കാന്തപുരം ഉസ്താദിനെ നിശ്ചലമാക്കാൻ നോക്കുന്നവർക്കും കാന്തപുരം ഉസ്താദിനെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർക്കുമെല്ലാം തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഉസ്താദ് നടത്തിയ ഇടപെടൽ, ആ ഇടപെടലിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. വർഷങ്ങളായി നിമിഷപ്രിയയുടെ കേസിൽ ഒന്നും ചെയ്യാനാകാതിരിക്കുന്ന സമയത്താണ് കാന്തപുരം ഉസ്താദ് ഇടപെടുകയും ഒരൊറ്റൊരു ഫോൺ കോളിലൂടെ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയൊരു മാറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്. തൻ്റെ മകളെക്കുറിച്ചോർത്ത് എന്തു ചെയ്യണമെന്നറിയാതെ വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പിൽ നിമിഷപ്രിയയുടെ അമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ദിവസം നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്താൻ വേണ്ടി അവിടെയുള്ള കോടതി തീരുമാനിക്കുകയാണ്. ആ സമയത്താണ് കാന്തപുരം ഉസ്താദിൻ്റെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നത്. വർഷങ്ങളായി തങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കാത്തത് കാന്തപുരം ഉസ്താദ് ഒരൊറ്റൊരു ഫോൺ കോളിലൂടെ ഒരൊറ്റൊരു ദിവസം കൊണ്ട് മാറ്റിമറിച്ചപ്പോൾ സകല വർഗീയവാദികൾക്കും ഹാലിളകി. ഉസ്താദിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചു, പലതരത്തിൽ പല വിധത്തിൽ. എന്നിട്ടതിന് ശേഷം ഉസ്താദ് നിമിഷപ്രിയയുടെ ഒരു കേസിൽ യാതൊരുവിധ ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തി. കേന്ദ്ര സർക്കാരിനാണ് മുഴുവൻ ക്രെഡിറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും രംഗത്ത് വന്നു. നിമിഷപ്രിയയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, താനാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത് സുവിശേഷകനായ കെ എ പോൾ എന്ന് പറയുന്നവനാണ്. ഈ നിമിഷപ്രിയയുടെ കുടുംബം ഇപ്പോൾ ഈ കെ എ പോൾ എന്ന് പറയുന്നവൻ്റെ കൂടെയാണ്. ഈ കെ എ പോൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നു. 1, 2 അല്ല 8 കോടിയോളം രൂപയാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്താൻ ഇവൻ ശ്രമിച്ചത്. അത്തരത്തിൽ വ്യാജമായി പണപ്പിരിവ് നടത്താൻ പോകുന്ന ഒരുത്തൻ്റെ കൂടെയാണ് ഈ നിമിഷപ്രിയയുടെ കുടുംബം കൂടെയുള്ളത് എന്നുള്ളത് നാം എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കൈയൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചനം വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ കെ എ പോൾ എന്ന് പറയുന്നവൻ കാരണം, അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ കെ എ പോൾ എന്ന് പറയുന്ന സുവിശേഷകൻ സുപ്രീം കോടതിയിൽ ചെന്നുകൊണ്ട് ഒരു ഹർജി നൽകി. നിമിഷപ്രിയയുടെ വധശിക്ഷ 25 അല്ലെങ്കിൽ 26 നടപ്പിലാക്കാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച്, നിമിഷപ്രിയയുടെ ഒരു വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങളോ അതോടൊപ്പം കാന്തപുരം ഉസ്താദോ ആക്ഷൻ കമ്മിറ്റിയോ ഒന്നും തന്നെ ഇടപെടാൻ പാടില്ല എന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊന്നും കൊടുക്കരുത് എന്നുമുള്ള ഒരു ഹർജിയായിരുന്നു സുപ്രീം കോടതിയിൽ കെ എ പോൾ എന്ന് പറയുന്നവൻ നൽകിയത്. എന്നാൽ അതിന് നല്ല 1.5 തിരിച്ചടിയാണ് കെ എ പോളിന് കിട്ടിയത്. കാന്തപുരം ഉസ്താദിനെ വിമർശിക്കാൻ, കാന്തപുരം ഉസ്താദിനെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിച്ച കെ എ പോൾ എന്ന് പറയുന്നവനോട് കോടതി പറഞ്ഞതിങ്ങനെയാണ്: നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ആക്ഷൻ കൗൺസിലിനെയും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെയും വിലക്കണമെന്നായിരുന്നു മധ്യസ്ഥനെന്ന് അവകാശപ്പെട്ട കെ എ പോളിന്റെ ആവശ്യം. വിജയകുമാർ, ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കാന്തപുരത്തെ ഉൾപ്പെടെ വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി കെ എ പോൾ സുപ്രീം കോടതിയിൽ നൽകിയത്. ഇന്നത് പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് കെ എ പോളിനെതിരെ വിമർശനം ഉണ്ടായി. പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത് എന്നായിരുന്നു ആദ്യം ചോദിച്ചത്. പിന്നീട് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്നതും താനിപ്പോൾ ഇടപെടേണ്ടതില്ല, കെ എ പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല എന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറുതെ ഒന്ന് ഫേമസ് ആവുക, ഇതിന്റെ പേരിലൊക്കെ കുറെ ക്രെഡിറ്റുകളൊക്കെ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഈ കെ എ പോൾ എന്ന് പറയുന്നവന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. കെ എ പോൾ പറഞ്ഞത് 25-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നാണ്. എന്നാൽ ഇന്ന് 26-ാം തീയതിയായിട്ടും ഇതുവരെയും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല. ഇതിൽ നിന്നും കെ എ പോൾ എത്രത്തോളം കള്ളനാണ് അല്ലെങ്കിൽ വ്യാജ കഥകൾ കെട്ടിച്ചമയ്ക്കാൻ മിടുക്കനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. മാത്രമല്ല, നിമിഷപ്രിയയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവ് നടത്താൻ, അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താനും ശ്രമിച്ചവനാണ് എന്നുള്ളത് നാം എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അത്തരത്തിലൊരു തട്ടിപ്പുകാരൻ്റെ കൂടെയാണ് ആ കുടുംബം ഇപ്പോഴും കൂടെ നിൽക്കുന്നത് എന്നുള്ളത് അത് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. തൂക്കുകയറിൽ നിന്നും തൻ്റെ മകളെ രക്ഷിച്ച കാന്തപുരം ഉസ്താദിനോട് പോലും നന്ദികേട് കാണിക്കുകയാണ് ആ കുടുംബം. നമുക്കറിയാം, ഇതിനു മുമ്പ് നിമിഷപ്രിയയുടെ കേസിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് സാമുവൽ ജെറോം എന്ന് പറയുന്നവനായിരുന്നു. അവനും ഇതുപോലെ തന്നെ അന്ന് കാന്തപുരം ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദ് ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു. അതിനുശേഷം ഈ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനെ കാണാൻ പോലും സാധിക്കുന്നില്ല, എവിടെയാണ് എന്ന് പോലും അറിയില്ല. മാത്രവുമല്ല, നിമിഷപ്രിയയുടെ കേസിൽ കാന്തപുരം ഉസ്താദിനെ ഒഴിവാക്കാൻ ശ്രമിച്ച, ഉസ്താദിനെ അവഹേളിക്കാൻ ശ്രമിച്ച ക്രിസംഗിയായ സാമുവൽ ജെറോമിന് അന്ന് 8ന്റെ പണിയും കിട്ടിയിരുന്നു. അന്ന് കാന്തപുരം ഉസ്താദിനെതിരെ
അത്തരത്തിലൊരു പ്രസ്താവന, അതായത് ഉസ്താദ് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ സമൂഹമാധ്യമങ്ങളിൽ കൂടി വലിയ ഗുരുതര ആരോപണങ്ങൾ ഈ സാമുൽ ജെറോം എന്ന് പറയുന്ന ക്രിസംഗിക്ക് നേരെ നടത്തിയത്. നിമിഷപ്രിയയുടെ പേരും പറഞ്ഞുകൊണ്ട് പണം പിരിക്കുന്നുവെന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ അംഗീകരിച്ചപ്പോൾ അതിനെ അഭിനന്ദിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. ചുരുക്കത്തിൽ ഉസ്താദിനെ വിമർശിക്കുന്നവർക്കെല്ലാം തിരിച്ചടി കിട്ടുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഞാൻ എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ മഹത്തുക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് ഇന്ന പ്രത്യേക സംഘടനയെന്നോ അങ്ങനെ പ്രത്യേകമായ ഒരു വേർതിരിവ് എനിക്കില്ല. എനിക്ക് എല്ലാ പണ്ഡിതന്മാരും എല്ലാ ആലിമ്യങ്ങളും ഞാൻ ഒരുപോലെ കാണുന്ന വ്യക്തിയാണ്. പക്ഷേ ഇവിടെ വർഷങ്ങളായി മറ്റുള്ളവർക്ക് ആർക്കും ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ച് ആ സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി വലിയ രീതിയിൽ പ്രശംസിക്കുമ്പോഴും ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്ന, ആ മനുഷ്യനെ ഒഴിവാക്കുന്ന ഈ ഒരു പ്രവണത അത് നമുക്കൊരിക്കലും അംഗീകരിക്കാനാവില്ല. എന്തുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഇതിനു വേണ്ടി ഇടപെട്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. യമനിലുള്ള പണ്ഡിതന്മാരും ഞാനുമായി വളരെയധികം ബന്ധമുണ്ട്. ആ പണ്ഡിതന്മാർ പറഞ്ഞാൽ കക്ഷികൾ കേൾക്കുമെന്ന ധാരണയും ഉണ്ട്. മാത്രമല്ല, ഇസ്ലാം മതത്തിൽ ഇങ്ങനെ പ്രായശ്ചിത്തം നൽകി മാപ്പ് കൊടുക്കുക എന്നൊരു നിയമം ഉണ്ട് എന്ന് പലർക്കും അറിയുകയില്ല. അത് അറിയാനും കാരണമായി. അപ്പൊ അങ്ങനെ ഇവര് ദിയത്ത് കൊടുത്തുകൊണ്ട് മാപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കാനായി യമൻ പണ്ഡിതന്മാരോട് ഞാൻ ആവശ്യപ്പെടുകയും അവർ ചോദിച്ച് ആ ജഡ്ജി അടക്കമുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുമായി സംഭാഷണം നടത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മുടെ മാനവികത തെളിയിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്കിതിൽ പ്രത്യേകമായ ഒരു ഉദ്ദേശമെന്ന് അവരിങ്ങോട്ട് ചോദിച്ചപ്പോൾ, മാനവികത എപ്പോഴും പ്രസംഗിക്കുന്നവരാണ് ഞങ്ങൾ. അത് പ്രത്യക്ഷത്തിൽ പ്രകടമാക്കി കാണിച്ചു കൊടുക്കുന്നത് എല്ലാ ആളുകൾക്കും നന്നായിരിക്കുമെന്ന മറുപടി കേട്ടപ്പോഴാണ് അവർ ഇത് തയ്യാറായത്. അവരുമെല്ലാം ഇസ്ലാം മതം തന്നെയാണ് അവിടെയും ഇവിടെയുമെല്ലാം. ഞങ്ങൾ ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹുവിന്റെ മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റുള്ള മതക്കാരെ ഹനിക്കുകയോ അവരെ എതിർക്കുകയോ പരസ്യമായോ രഹസ്യമായോ എതിർക്കുകയോ പരിഹസിക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റ് ഏത് മതക്കാരും ഏത് ആശയക്കാരും ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കാനോ തരം താഴ്ത്താനോ പാടില്ലെന്നും ചീത്ത പറയാൻ പാടില്ലെന്നും വ്യക്തമായി തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഭൗതിക ലോകത്ത് ജീവിതം സുഗമമാവുകയുള്ളൂ. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ മനുഷ്യത്വം മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത് പറഞ്ഞിട്ടുള്ളത്. അത് ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഹിന്ദുവോ മുസ്ലിമോ എന്ന നോട്ടമൊന്നും ഇല്ലാതെ ഞാൻ പറയാൻ കാരണം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നു എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. മതസൗഹാർദ്ദം എന്നിങ്ങനെ വായുകൊണ്ട് പറഞ്ഞു നടക്കുന്ന ശബ്ദം മാത്രം പോരാ, എല്ലാ മതങ്ങളുടെയും ഇടയിൽ സൗഹൃദം കാണിക്കണം എന്ന നിലക്ക് ഒരു മനുഷ്യത്വം എന്ന ഒരവസ്ഥയാണ് ഞാൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.